ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുമാർ ടെക്കി. അപ്പോൾ ഇന്ന് വളരെയധികം ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഹെൽമെറ്റ് നിർബന്ധമാക്കി ഇറങ്ങിയിട്ട് ഒത്തിരി നാളുകളായെങ്കിലും ഇപ്പോഴും പലരും ഹെൽമെറ്റ് ഇടാതെയും ഹെൽമെറ്റ് തലയുടെ മുകളിൽ ചെരിച്ചും തിരിച്ചൊക്കെ വെച്ചും കൊണ്ടൊക്കെ കറക്റ്റ് ലെവലല്ലാതെയൊക്കെ വെച്ചും കൊണ്ടൊക്കെ പലരും ഫ്രീക്കന്മാരൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹെൽമെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെക്കിങ് മാത്രമാകുമ്പോൾ നമ്മൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചെയ്യുക ചെക്കിങ്ങിന് എന്തായാലും 100 രൂപ ഫൈനല്ലേ ഉള്ളൂ. ആ ഒരു ലെവലിലാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് എങ്ങാനും ചെക്കിങ്ങിന് പിടിച്ചു കഴിഞ്ഞാൽ 100 റുപ്യ ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ 200 റുപ്യ ഫൈൻ ഉണ്ടാവും. മാക്സിമം പിടി കൊടുക്കാതെ പോവും. അപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ള എന്താ വെച്ചാൽ നവംബർ 1 മുതൽ നമ്മുടെ ചെക്കിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ നമ്മുടെ 2 വീലർ പിടിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ അവർ നമ്മുടെ വണ്ടി നമ്പർ ഫോട്ടോ എടുത്തേക്കും. അതങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തും കൊണ്ടുള്ള 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തും കൊണ്ടുള്ള 2-3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഇതൊക്കെ സസ്പെൻഡ് ചെയ്തും കൊണ്ടുള്ള കത്ത് നമ്മളെ വീട്ടിലേക്ക് എത്തും. അപ്പോഴാവും നമ്മൾ ആകെ അന്തം വിടുക. അപ്പോൾ ഈ ഒരു പീരീഡിക്ക് 3 മാസത്തേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്ന് ഒഴിച്ചു കൂടാൻ കഴിയാത്തതാണ് നമ്മുടെ വണ്ടികൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എങ്ങോട്ടേലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോകണം, അല്ലെങ്കിൽ കാർ എടുത്ത് പോകണം. ഈ ടൈമിൽ നമ്മളെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പിടിച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൂടെ വലിയൊരു ഇതായി മാറും. അപ്പോൾ കൂട്ടത്തിൽ ഫൈനിൻ്റെ പുറത്താണ് ഇപ്പോൾ നമുക്ക് നവംബർ 1 മുതൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് നിയമം നടപ്പാക്കുന്നത്. കേന്ദ്രം ഈ നിയമം മറ്റ് സംസ്ഥാനങ്ങളിൽ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ ഇത് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നവംബർ 1 മുതൽ കേരളത്തിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളും ഹെൽമെറ്റും വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ കരുതുക. ഇനി വെട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ലെറ്ററാവും വീട്ടിലേക്ക് വരിക. അതുപോലെ തന്നെ വീണ്ടും ഇത് കുറ്റകൃത്യം ആവർത്തിച്ച് കഴിഞ്ഞ് ലൈസൻസ് റദ്ദാക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഫൈനുണ്ട്, ഫൈൻ കൂട്ടത്തിൽ വരുന്നുണ്ട്, ഫൈനൊക്കെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് പിടി വീഴുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ആളെന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.